stern warning to Mr. Modi. Let me just call upon Mr. Jose K. Mani to speak 2 words in solidarity with this agitation. ബഹുമാനായ മുഖ്യമന്ത്രി, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സ്നേഹിതരെ, 2 സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, പോസിറ്റീവ് ടൈം. ദി സക്സസ് ഓഫ് കേരള ഹാസ് ബിക്കം ദി ഫെയിലിയർ ഓഫ് കേരള. ഹൂ സെഡ് ഇറ്റ്? ആരാണ് ഇത് പറഞ്ഞത്? ഇത് പറഞ്ഞത് ധനകാര്യ കമ്മീഷൻ. ഇത് പറഞ്ഞത് കേന്ദ്ര സർക്കാർ. നമുക്കറിയാം, കേരളം ഈ രാജ്യത്തിന് പോലും മാതൃകയാണ് എല്ലാ കാര്യങ്ങളിലും. വിദ്യാഭ്യാസം എടുത്താലും, ആരോഗ്യമെടുത്താലും, അത് പോപ്പുലേഷൻ കൺട്രോൾ എടുത്താലും, അത് നമ്മുടെ വിമൻ എംപവർമെൻ്റ് എടുത്താലും, എത്രയോ ഘടകങ്ങൾക്ക് ഇന്ന് കേരളം നമ്മുടെ നാടിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് മാതൃകയാണ്. അപ്പോൾ എന്താണ് പ്രധാനമായും നമ്മൾ കാണുന്നത്? ഈ വികസനം നമ്മൾ നേടിയ നേട്ടം ഒരു അപരാധമായി അവർ കാണുന്നു. ഇവിടെ പോപ്പുലേഷൻ കൺട്രോളിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ പറയാറുണ്ട്. പോപ്പുലേഷൻ കൺട്രോളിനെ പറ്റി ഈ ബഡ്ജറ്റിൽ ഒരു വാചകമുണ്ട്. ആ പറയുന്നത്, കേന്ദ്ര ബഡ്ജറ്റിൽ പറയുന്നത്, നിയന്ത്രണമില്ലാതെ പോകുന്ന ഈ പോപ്പുലേഷൻ വലിയൊരു വെല്ലുവിളി ഈ രാജ്യം നേരിടാൻ പോവുകയാണ്. അതിനുവേണ്ടി വിദഗ്ധ സമിതി പഠിക്കും, അതിനുള്ള നടപടികളുമായിട്ട് പോകും. അതുമാത്രമല്ല, പ്രധാനമായും നമ്മൾ കാണുന്നത് ഒരു രാഷ്ട്രീയ നേട്ടം. അത് കേരളത്തിൽ BJPക്ക് ഉണ്ടെങ്കിൽ എല്ലാം ഞങ്ങൾ തരാം. പക്ഷെ ഞാൻ പറയട്ടെ, കേരളം കണ്ട് പനിക്കണ്ട. കേരളത്തിൻ്റെ ജനത വിവേകമതികളാണ്. അവർക്ക് കൃത്യമായി അറിയാം, അവർ തോക്കാൻ തയ്യാറില്ല. ഈ പോരാട്ടം തുടരും. നന്ദി, നമസ്കാരം. Thank you, Jose K. Mani.